ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോവ ഡേ 3 നമ്മളിവിടുന്ന് മറ്റേ ഹൊറർ ഹൗസിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരു 122 കിലോമീറ്റേഴ്സ് ഉണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. ഈ 122 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടൊരു റിസോർട്ടോ സംതിങ്. അപ്പോൾ ഇന്ന് അധികം വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റൈഡ് അങ്ങോട്ട് അവിടെ സ്റ്റേ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വണ്ടിയിൽ ലഗേജൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കട്ടെ, ഓൾമോസ്റ്റ് ഫില്ലായി. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് OSM ആൻഡ് മാപ്സ് അവർ യൂസ് ചെയ്യുന്ന മാപ്പ് ഇതാണ്. ഇതിൽ ഓൾറെഡി അവർ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാണ് പുറകെ പോകേണ്ടത്. ഗെറ്റ് ലോസ്. അപ്പോൾ ഇത് നോക്കിയാണ് പുറകെ പോകേണ്ടത്. എന്തായാലും ഓൾ സെറ്റ്. ഞാൻ വിചാരിച്ചത്ര ലഗേജ് ഇല്ല. ഞാൻ വിചാരിച്ച് 7 ഞങ്ങൾ 3 പേര് 10 പേരുടെ ലഗേജ് എന്ന് പറയുമ്പോഴേക്കും ഒരു ലോഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ലഗേജ് ഇല്ല. കൊള്ളാം. ഫുൾ പാക്ക്, റെഡി ടു ഗോ. What we're going to do today, when we approach a busy intersection, not like every intersection, but a busy intersection, Pippi's going to slow down, and we're all going to move together as close as possible, and then we slowly move all together across that junction. And as a group, we are unstoppable. We can even stop the fucking truck. Okay, this is what we do. So try to get as close as possible. If someone's stuck in the middle, don't worry. സോ എല്ലാവരും ദേ അവിടെ ബൈക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പയ്യെ വണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. മാപ്സ് ആർ റെഡി. വേറെ വണ്ടികളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സൗത്തിലേക്കാണ് പോകുന്നത്. സൗത്ത് ഗോവ. നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോവാം. അങ്ങനെ അവരെ ചെറുതായിട്ടൊന്ന് മിസ്സായി. എനിക്കല്ല മിസ്സായത്, പിക്ക് നൈസായിട്ടൊന്ന് ഒരു റൈറ്റ് ടേൺ മിസ്സായി. രണ്ട് വേറെ ഏതോ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അവരിപ്പോൾ ചായ പിടിക്കാൻ നിർത്തിയേക്കണ്. അപ്പോൾ എൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് നിർത്ത്, വരുന്ന വഴിക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് തണൽ കിട്ടിയ സ്ഥലം. ഇവിടെയൊക്കെ ഫുള്ള് ഗോവ ഈസ് നോർമലി ലൈക്ക് കേരള. സൗത്ത് സൈഡ് കേട്ടോ, നോർത്ത് സൈഡല്ല, സൗത്ത് സൈഡ് കേരളം പോലെ തന്നെ. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ബോറടിച്ച് ഞാൻ പിന്നെയും മുമ്പിലേക്ക് കുറേ പോന്നു. ഇപ്പം ഞാൻ ലൈവ് ലൊക്കേഷൻ നോക്കിയപ്പോഴേക്കും വീണ്ടും 5 കിലോമീറ്റർ പുറകിലാണ് അവർ. ഇനി എന്തായാലും അവർ വന്നിട്ടേ പോകുന്നുള്ളൂ. പിന്നെന്താണ് കുറേ വില്ലേജ് റോഡ്സിൽ കൂടിയും കുറേ ചെറിയ ചെറിയ വഴികൾ അതിലേ കൂടിയൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്തത്. കേരളം പോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു മാറ്റം തോന്നിയത് റോഡ്സൊക്കെ ക്ലീനാണ് ഇവിടെ. ചില സ്ഥലത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് മണ്ണും പൊടിയൊക്കെ. ബാക്കി എല്ലായിടത്തും റോഡ്സൊക്കെ ക്ലീനാണ്. പിന്നെന്താണ് സ്കൂളുകളൊക്കെ കാണാനായിട്ട് ചെറിയ സ്കൂളാണ്, പക്ഷേ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, പാർക്കുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണമെന്ന് തോന്നില്ല. എന്തായാലും കൊള്ളാതെ. ഇപ്പം ഞാൻ ഇവിടെ നിർത്തിയ കാലത്ത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക്. വലിയ ടൗൺ ഏരിയ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്, എന്നാലും എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും അവരെ വരുന്നവരെ കുറച്ച് പഴവും വാങ്ങി, ഒരു കുപ്പി വെള്ളവും വാങ്ങി. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങാട് സെറ്റായില്ല. അങ്ങനെ ഇടയിൽ വെച്ച് ഇവരെ കിട്ടി. ഹായ്. ഞാൻ പുറകിലുണ്ടായിരുന്നു.
Soda. Samosa, dude. Why not? Stuffed with potato. Samosa. Samosa. നമ്മളാണ് പറയുന്നത്. This bus is full of kids. എല്ലാവരും സമൂസ പറഞ്ഞപ്പോൾ ഞാൻ വെറൈറ്റിക്ക് മാംഗ്ലൂർ ബൺ അത് ഓർഡർ ചെയ്തു. നല്ല ചൂടാണ്ട പുറത്ത്. എ സിയിലായത് കൊണ്ട് ഞാൻ അറിയാം. ഞാൻ പുറത്തേക്കിറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ പെണ്ണോ. പിന്നെന്താ, നമ്മപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. 1 മണിയായി. എങ്കിലും ചായ കൂടിയാണ് നടന്നത്. ഇനി ഇവിടുന്ന് 50 കിലോമീറ്റേഴ്സ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. പയ്യെ ഇനി എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ ലഞ്ച്. ഈ ചായ കുടി കഴിഞ്ഞിട്ട് ഇനി 1 മണിക്കൂർ ഉണ്ടാവുള്ളല്ലോ. പിന്നെ എന്തായാലും ഇനി എന്തോ ഒരു കാടിനുള്ളിൽ കൂടിയൊക്കെയാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. നമ്മളങ്ങനെ പറഞ്ഞ മറ്റേ കാട് റൂട്ട് കയറി. ഇവിടെ മൊബൈലിന് സർവീസൊന്നുമില്ല, നോ സർവീസാണ് കാണിക്കുന്നത്. എന്നെ ഈ മാപ്പ് ഭാഗ്യത്തിന് ഓഫ്ലൈനിലും വർക്ക് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് തെണ്ടിയാനെ. അവിടെ ഇവിടെയൊക്കെ കാട്ടുപോത്തിൻ്റെയൊക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആനുവൽ ക്രോസിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നണില്ല ഇവിടെ വഴിയിലൊക്കെ കാണാൻ പറ്റുമെന്ന്. അവരെന്തിനോ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങാടിയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കണുള്ള. Yep. Pulling over. വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തു. ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോഴേക്കും ഇവിടെ അങ്ങനെ നിർത്തുക. രണ്ടൊരു താഴ്ചയിൽ ഫുഡൊക്കെ കഴിക്കണ്ടല്ലോ. കൊള്ളാം. You wouldn't think we're in a country of 1.2 billion people. Yeah. Yeah. John. Yeah. You got it? അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. എല്ലാവരും ബൈക്ക് പാർക്ക് ചെയ്തു. കാർ ഇപ്പോൾ റോഡിലായിട്ടേക്കണത് എവിടെ പാർക്ക് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ് കേട്ടോ. നേരെ നമുക്ക് ബീച്ച് കാണാം. അവിടെ തൊട്ടടുത്ത് വേറൊരു ബീച്ചുണ്ടെന്ന് തോന്നി. 2 ബീച്ചിൻ്റെ നടുക്കായിട്ടാണ് ഈ സ്ഥലം. പ്രോപ്പർട്ടിയുടെ പേര് ലാ ലാ ലാൻഡ്. I'll have your bike. Good. Nice paintings.
Okay, there is a bar inside the property. I like that. Ganapati orda lakkialla. Ganapati, and there's a small Shiva. Nice. Nallൊരു ആംബിയൻസ്. You happy? Yep. ഉഷ്ണനെ ശാന്തികൃഷ്ണ എന്നാണല്ലോ. ആ ഉഷ്ണം അങ്ങോട്ട് മാറ്റാനായിട്ട് ഓരോ ബിയർ അങ്ങോട്ട് കാച്ചാലോ. ഞാനല്ലട്ടാ, ഇവർ ഒരേ ബിയർ കാച്ചിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റേ ഇവിടെ അല്ല, നമ്മൾ വേറെ എവിടെയാണ്. നമ്മളെവിടെയാണ്? നമ്മളിവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടോ? 10 മിനിറ്റ്. ഓക്കെ. ബീച്ച് ഏരിയ? അല്ല, ഓക്കെ. കുറച്ച് അപ്പുറം എയർബിഎൻബി. ഓക്കെ. Bienvenido, Euto. അങ്ങനെ സമയം 5:40 ആയപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഈ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഗസ്റ്റുകളെ ഒന്ന് തൊട്ടടുത്തുള്ള പാലോലിം ബീച്ച് വരെ ഒന്ന് ആക്കാൻ പോയതാണ്. പെട്ടുപോയി അതിൻ്റെ ഉള്ളിൽ. കന ബ്ലോക്ക്, റിവേഴ്സ് എടുക്കാൻ ഒരു മാർഗമില്ല. ഓക്കെ, ഡോർ നോക്കി, പഴയ സ്റ്റൈൽ ഡോർ. കൊള്ളാലോ, നൈസ്. വളരെ kitchen, and there is a bedroom over there. കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലോട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. കിച്ചണിൽ നിന്ന് ബെഡ്റൂം. ഓക്കെ, പ്രതീക്ഷൻ്റെ റൂം ഇതാണ്. പ്രതീക്ഷൻ്റെ ബാഗും ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നു. അടുത്ത റൂം ഏതാണ്? ഇവിടെ റൂം ലോക്ക്, ഇവിടെ റൂം ഓപ്പൺ, ഇവിടെ റൂം ജോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ റൂം. യെസ്, നൈസ് നൈസ് നൈസ്. ഒരു അലമാരി. കൊള്ളാലോ, സൂപ്പർ. വാട്ട് ഈസ് ദിസ്? ബാത്റൂം ഇതാണോ? there is no bathroom here. കുഴപ്പമില്ല, കോമൺ ബാത്റൂം ആയിരിക്കുള്ളൂ. അപ്പോൾ ബാൽക്കണി. So the bathroom will be here. Yes, there's a bathroom. Turn down, lights on, lights on. Yeah, bathroom. Nice house. Hi David, nice house. What are you doing? The shoe sanitizer. Okay. Yeah, makes sense. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ജോയുടെ അടുത്തൊരു മെക്സിക്കൻ എന്തോ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഓൾ ഗുഡ്, ഓൾ ഗുഡ്.
വണ്ടി പാർക്ക് ചെയ്തു. എങ്ങോട്ടാണ് അത്? നമ്മളങ്ങനെ എത്തിപ്പെട്ടിരിക്കുന്നത് പാറ്റ്നം ബീച്ചിലാണ്. പാറ്റ്നം ബീച്ചിലൂടെ നല്ല രസമുണ്ട് നടക്കാനായിട്ട്. ഫുള്ള് ടേബിളും ക്യാൻഡിൽ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷേ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഞങ്ങൾ 3 പേർ. Or do you want inside seat? അങ്ങനെ ഞങ്ങൾ തന്ത്ര കഫേയുടെ മുമ്പിൽ ഒരു മേശ പിടിച്ചു. ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ടേബിളൊന്ന് മാറിയിരുന്നു. നല്ലൊരു സ്ഥലം കണ്ടപ്പോഴേക്കും അങ്ങാടി ചാടിക്കയറിയിരുന്നു. ഞങ്ങൾ മെക്സിക്കനാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. Tacos is those hard shells made of corn flavor. ഓക്കെ. So you have rather corn flavor, flour. I mean, corn flour or wheat flour, and tacos, hard shell, filled, stuffed of corn flavor. ഓക്കെ. ഓർഡർ 3 dishes. And all of them. We'll have ചിക്കൻ ബുറിറ്റോ. we have all of them. ഞങ്ങ- Stop recording. അങ്ങനെ ഞങ്ങൾ ഒരു ലിസ്റ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വാട്ട്സ് യുവർ ഡിഷ്? Quesadilla. Quesadilla prawns. പ്രതിഷേധൻ ബൊറിറ്റോ ചിക്കൻ, ഞാൻ എൻചിലാര ചിക്കൻ. Ginger lemon tea. ഇതൊന്നും പേര് മാത്രം അറിയാൻ പാടില്ല. ഇതിനെപ്പറ്റി ഒരു കുന്തും എനിക്കറിയാൻ പാടില്ല. നല്ല മെക്സിക്കൻ പേരുകൾ അങ്ങോട്ട് കീച്ചു വിട്ടിട്ടുണ്ട്. ഈ വരുമ്പോൾ അറിയാം ഇത് എങ്ങനെയാണെന്ന്. Volunteering. Doing ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തി. in our spare time. ബൊറിറ്റോ, എൻചിലാര Create an impact. ആൻഡ് quesadilla. Yeah. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ബനാന ലസ്സി But there will be പറഞ്ഞായിരുന്നു. some people who do it full time, right? Who actually drive the whole thing. Probably. But otherwise, how will you get people to do it? അങ്ങനെ സമയം 10 മണിയായി. 8:30 ഡിന്നർ കഴിഞ്ഞ്. പിന്നെ ഭയങ്കര സ്പിരിച്വൽ ടോക്കായിരുന്നു ഞങ്ങൾ, അല്ലേ? ഭയങ്കര സ്പിരിച്വലി, ഭയങ്കര ഫണ്ടമെന്റൽസ്. അതെ, സ്പിരിച്വാലിറ്റി കൂടിക്കൂടി ഞങ്ങൾ അങ്ങ് ഇന്റർ ഗാലക്സി അവിടം വരെ എത്തി. അപ്പോൾ എന്തായാലും തിരിച്ച് റൂമിലേക്ക്. യെസ്, തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു.